അണുസംയോജനത്തിലൂടെ പരിധിയില്ലാത്തതും പൂർണ്ണമായും മലിനീകരണമുക്തവുമായ ഹരിത ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ആഗോള മത്സരത്തിൽ നിർണായക നാഴികക്കല്ല് പിന്നിട്ട് ചൈന. ചൈനയുടെ വിപ്ലവകരമായ കൃത്രിമ സൂര്യൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായ ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കണ്ടക്ടിംഗ് ഫ്യൂഷൻ മാഗ്നറ്റിന്റെ നിർമ്മാണവും ശാസ്ത്രീയ പരീക്ഷണങ്ങളും ചൈന വിജയകരമായി പൂർത്തിയാക്കി. 2030 അണുസംയോജനത്തിലൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചൈനയുടെ അതിമനോഹരമായ ലക്ഷ്യത്തിന് വൻ കരുത്തു പകരുന്നതാണ് ഈ പുതിയ നേട്ടം. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഈ ഡിയാകൃതിയിലുള്ള ടോറോഡൈൽ ഫീൽഡ് സൂപ്പർ കണ്ടക്ടിംഗ് കാന്തത്തിന് 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുണ്ട്. ഉദ്ദേശം 582 ടൺ ഭാരമുള്ള ഈ ഭീമൻ കാന്തം ശാസ്ത്രലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന സാങ്കേതിക മുന്നേറ്റമാണ്. സൂര്യനുള്ളിൽ നടക്കുന്ന സ്വാഭാവിക അണുസംയോജന പ്രക്രിയയെ ഭൂമിയിൽ കൃത്രിമമായി പുനഃസൃഷ്ടിക്കുന്ന ആണവ നിലയങ്ങളെയാണ് പൊതുവെ കൃത്രിമ സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഹൈഡ്രജൻ ആറ്റങ്ങളെ 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിലധികം ഉയർന്ന താപനിലയിൽ പരസ്പരം സംയോജിപ്പിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാതെ ഭീമമായ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടും. ഭാവി ലോകത്തിന് സുരക്ഷിതവും പരിധിയില്ലാത്തതുമായ ശുദ്ധമായ വൈദ്യുതി നൽകാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നതാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. നിലവിൽ ഫ്രാൻസിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആഗോള ഫ്യൂഷൻ പദ്ധതിയായ ഇറ്ററിനേക്കാൾ 1.3 മടങ്ങ് വലിപ്പവും 3 മടങ്ങ് സംഭരണശേഷിയുമുള്ള കാന്തമാണ് ചൈന നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. റിയാക്ടറിനുള്ളിലെ 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള പ്ലാസ്മ എന്ന വാതകത്തെ റിയാക്ടറിന്റെ ഭിത്തികളിൽ തൊടാൻ അനുവദിക്കാതെ ശക്തമായ കാന്തിക വലയത്തിൽ തളച്ചിടുക എന്നതാണ് ഈ കാന്തത്തിന്റെ പ്രധാന ചുമതല. ഇതോടൊപ്പം തന്നെ ഫ്യൂഷൻ റിയാക്ടറിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടിംഗ് സെൻട്രൽ സോളനോയിഡ് കോയിലും ചൈനീസ് സംഘം വിജയകരമായി പരീക്ഷിച്ചു. ഒരു കാർ എഞ്ചിനിലെ സ്പാർക്ക് പ്ലഗ് പോലെ പ്രവർത്തിച്ച ഫ്യൂഷൻ പ്രതിപ്രവർത്തനത്തിന് ആവശ്യമായ പ്ലാസ്മയെ ജ്വലിപ്പിക്കാനും നിലനിർത്താനും സഹായിക്കുന്നതാണ് ഈ ഉപകരണം. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയും നിർമ്മാണശേഷിയും ഉപയോഗിച്ചാണ് ചൈന ഈ ഘടകങ്ങൾ നിർമ്മിച്ചത്. 6 വർഷം നീണ്ട കഠിനമായ ഗവേഷണങ്ങൾക്കൊടുവിൽ 47 പേറ്റന്റുകളും 25 വ്യവസായ മാനദണ്ഡങ്ങളും സ്വന്തമാക്കാൻ ഈ പദ്ധതിയിലൂടെ ചൈനീസ് ശാസ്ത്രജ്ഞർക്ക് സാധിച്ചു. 0 താഴെ 269 ഡിഗ്രി സെൽഷ്യസ് അതിശൈത്യത്തിൽ കടുത്ത വികിരണങ്ങളെയും യാന്ത്രിക സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച 60 വർഷത്തോളം തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഈ കാന്തത്തിന്റെ എഞ്ചിനീയറിംഗ് രൂപകൽപ്പന. കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ ഇലക്ട്രിക്കൽ പ്രതിരോധം 0 അടുപ്പിച്ച് 1 ലക്ഷത്തിലധികം ആംബിയർ വൈദ്യുത പ്രവാഹം ഊർജ്ജനഷ്ടമില്ലാതെ സാധ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞു. തങ്ങളുടെ പ്രശസ്തമായ എക്സ്പെരിമെന്റൽ അഡ്വാൻസ് സൂപ്പർ കണ്ടക്ടിംഗ് ടോക്കോമാക് വഴി 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 1066 സെക്കൻഡ് നേരം പ്ലാസ്മ നിലനിർത്തി ചൈന മുൻപും ലോക റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു.